ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ജൂൺ 21. അതെ, അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. അതുപോലെ തന്നെ ലോക സംഗീത ദിനം. ശരിക്കും രണ്ടും നമ്മുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് തരുന്ന ഒരു കാര്യമാണ് സംഗീതവും അതുപോലെ തന്നെ യോഗയും. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, സംഗീതം ബാല്യത്തിൽ കടന്നുപോയ ഓർമ്മകളിലൂടെ നമ്മളെ വീണ്ടും സഞ്ചരിപ്പിക്കാൻ വല്ലാതെ പ്രേരിപ്പിക്കുന്ന മഹാസാഗരമാണ് സംഗീതം. സംഗീതം സാന്ത്വനമാണ്. മുറിവേറ്റ ഹൃദയങ്ങളിൽ തൂവൽ മുക്കി തൂകുന്ന തൈലം പോലെ ഉഷസ്സിൻ്റെ സംഗീതം, സന്ധ്യയുടെ സംഗീതം, മഴയുടെ പാട്ട്, കാറ്റിൻ്റെ ശിൽക്കാരം, അങ്ങനെ എങ്ങനെയുണ്ടല്ലോ. പ്രപഞ്ചത്തിൻ്റെ സംഗീതം ആരിലാണ് ഊർജം പകരാത്തത് അല്ലേ? അതാണ് അലയിലയായി ഒഴുകിയെത്തുന്ന നേർത്ത സംഗീതം. നിലാവിൽ തെളിഞ്ഞു നിൽക്കുന്ന നിശീതിനി, അരികിൽ പ്രിയനവൻ, ഹൃദയരാഗം, മോഹനം, ആനന്ദലഹരി. സംഗീതമേ, എന്താ പറയുക, സംഗീതത്തിൻ്റെ ശബ്ദം പോലും ചിലപ്പോഴൊക്കെ ഉണ്ടല്ലോ വിരഹം, മറ്റു ചിലപ്പോൾ ദുഃഖം, സന്തോഷം എന്നിങ്ങനെ സംഗീതത്തിൻ്റെ ശബ്ദങ്ങൾ ഒരുപാടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ജൂൺ 21, സൂര്യൻ ഉത്തരായനം കഴിഞ്ഞ് ദക്ഷിണായനം തുടങ്ങുന്ന ദിവസം, ഒരു വർഷത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകലുള്ള ദിവസം. ഈ ദിവസം പ്രധാനപ്പെട്ട ദിവസമായി കണക്കാക്കുന്നു. ലോകമെമ്പാടുള്ള ജനത ഈ ദിനം പലതരത്തിൽ ആഘോഷിക്കുന്നു. ഇന്ത്യ ഈ ദിവസത്തെ യോഗാ ദിനമായി ആചരിക്കുന്നു. അതായത് ഭാരതത്തിൻ്റെ പൗരാണിക ആരോഗ്യ പരിപാലന സംഭാവനയായ യോഗയെ ലോക സമൂഹം ഏറ്റെടുത്ത ദിനമാണ് ഇന്ന്. ശാരീരിക, മാനസിക ക്ഷമത ഒരുപോലെ കൈവരിക്കുന്ന ഈ ആരോഗ്യ പരിപാലനം നമുക്ക് ഒരു ശീലമാക്കാം. അത് ഇന്ന് മാത്രമൊന്നല്ല കേട്ടോ, എന്നും. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നല്ലൊരു യോഗാ ദിനം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ വേൾഡ് മ്യൂസിക് ഡേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. അതല്ലേ അതാണ്.